എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് വൈഭവിന് അടുത്ത് തന്നെ വെളിയെത്തും. ഇന്നലെ ഗുജറാത്തിനോട് തോറ്റ് പുറത്തായ ശേഷം രാജസ്ഥാൻ പരിശീലകൻ കുമാർ സംഗക്കാരയുടെ പ്രതികരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. ഇനിയും ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്തിനാണെന്ന് സെലക്ടർമാരോട് ആരാധകർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ IPL-ൽ സൂപ്പർ താരങ്ങൾ ഒരുപാടുള്ള സംഘമല്ല രാജസ്ഥാൻ. സഞ്ജു സാംസൺ പടിയിറങ്ങിയാൽ ആ ഫ്രാഞ്ചൈസിയുടെ ഗതി എന്താകുമെന്ന് ചോദിച്ചവരുണ്ട്. ഞങ്ങൾ വൈഭവിന്റെ ബാറ്റിംഗ് കാണാനാണ് എത്തിയത്. മുളൻപൂരിൽ ഇന്നലെ കളി കാണാനെത്തിയ പലരും മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. വെറും 2 സീസൺ കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ബ്രാൻഡ് ഉദയം കൊള്ളുന്നു. ജസ്റ്റ് 15-year-old വൈഭവ് സൂര്യവംശി. 2025-ൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യൻ പേഴ്സണാലിറ്റി ആരാണെന്നോ വൈഭവാണത്. വിരാട് കോഹ്ലിയെ പോലും ഇക്കാര്യത്തിൽ അയാൾ മറികടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരിക്കൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ താൻ അതൊന്നും ശ്രദ്ധിക്കാറില്ലെന്നും കളിയിൽ മാത്രമാണ് ശ്രദ്ധയെന്നുമായിരുന്നു വൈഭവിന്റെ പ്രതികരണം. അവന് വേണ്ടി 10 കോടി മാറ്റിവെച്ചേക്കൂ. രാജസ്ഥാൻ റോയൽസ് ഡയറക്ടർ സുബിൻ ബറൂച്ച വൈഭവിന്റെ ട്രയൽസിന് ശേഷം മാനേജ്മെന്റിനോട് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ട്രയൽസിൽ നേരിട്ട ആദ്യ പന്തിനെ തന്നെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ അതിർത്തിയിലേക്ക് പായിക്കുന്ന ഒരു 13-കാരൻ. 150 കിലോമീറ്റർ വേഗതയിൽ തുടർച്ചയായി പന്തെറിയുന്ന ബോളർമാരെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടും അവന് പ്രത്യേകിച്ചൊരു കൂസലുമില്ല. ബറൂച്ചയ്ക്ക് സഞ്ജുവിൻ്റെയും യശസ്വി ജയ്സ്വാളിൻ്റെയും ട്രയൽസാണ് അപ്പോൾ ഓർമ്മ വന്നത്. ഉടൻ എന്ത് വില കൊടുത്തും വൈഭവിനെ തട്ടകത്തിലെത്തിക്കാൻ പദ്ധതി ഒരുക്കി. ഓപ്ഷനിൽ ഡൽഹിയും രാജസ്ഥാനുമാണ് വൈഭവിന് വേണ്ടി രംഗത്ത് വന്നത്. ഒടുവിൽ 1.1 കോടിക്ക് രാജസ്ഥാൻ തന്നെ അവനെ റാഞ്ചി. ആൻഡ് ദ റെസ്റ്റ് വാസ് ഹിസ്റ്ററി. ഈ സീസണിൽ 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസാണ് വൈഭവിന്റെ സമ്പാദ്യം. 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും അടിച്ചെടുത്തു. 72 സിക്സുകൾ ആകെ അയാളുടെ ബാറ്റിൽ നിന്ന് പറന്നു. 63 ഫോറുകളും. അതായത് ആകെ സ്കോർ ചെയ്ത 776 റൺസിൽ 684 പിറന്നത് ബൗണ്ടറികളിലൂടെയെന്ന്. സിക്സുകളിലൂടെ മാത്രം 432 റൺസ്, 237 സ്ട്രൈക്ക് റേറ്റ്. എല്ലാം അതിശയിപ്പിക്കുന്ന കണക്കുകൾ. 3 തവണ സെഞ്ചുറികൾ നഷ്ടമായത് 90കളിൽ വെച്ചാണ്. ശരാശരി ഓരോ 2.4 പന്തിലും വൈഭവ് ബൗണ്ടറി കുടിക്കുന്നുണ്ട് എന്നാണ്. സീസണിൽ പവർ പ്ലേയിൽ മാത്രം വൈഭവിന്റെ സ്ട്രൈക്ക് റേറ്റ് 233 ആണ്. 7 മുതൽ 11 വരെയുള്ള ഓവറുകളിൽ 234, 12 മുതൽ 16 വരെയുള്ള ഓവറുകളിൽ 265. ഇന്നിങ്സ് ഡെവലപ്പ് ചെയ്യുന്തോറും അവൻ സ്ലോ ഡൗൺ ചെയ്യുകയല്ല, ആക്സലറേറ്റ് ചെയ്യുകയാണ്. അതേസമയം തന്നെ മാക്സ് റീഡ് ചെയ്ത് ചില മത്സരങ്ങളിൽ കരുതലോടെ കളിക്കുന്നതും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ വൈഭവിനെ ഒരു സ്ലോഗർ എന്ന് വിളിക്കാനാകില്ലെന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ പലരും പറയുന്നത്. ജയ്സ്വാളും ക്യാപ്റ്റൻ റിയാൻ പരാഗുമൊക്കെ പല മത്സരങ്ങളിലും ഫോം കണ്ടെത്താനാകാതെ പതറിയപ്പോൾ ടീമിനെ ഒറ്റയ്ക്ക് തോളിലെത്തുന്ന വൈഭവിനെ നമ്മൾ കണ്ടു. പല മത്സരങ്ങളിലും എതിരാളികളും രാജസ്ഥാനും തമ്മിലുള്ള ഏക ഡിഫറൻസ് വൈഭവായിരുന്നു. നിർണായക ജയങ്ങൾ പലതും അയാൾ രാജസ്ഥാന് സമ്മാനിച്ചു. ഈ സീസണിൽ മാത്രം വൈഭവ് കടമുഴക്കിയ റെക്കോർഡുകൾ നോക്കാം. ഒരു സീസൺ IPL-ൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് അയാൾ മറികടന്നത് കഴിഞ്ഞ ദിവസമാണ്. 2012-ൽ RCBക്കായി 59 സിക്സറുകളാണ് ഗെയിൽ കുറിച്ചതെങ്കിൽ ഈ വർഷം വൈഭവ് കുറിച്ചത് 72 സിക്സറുകൾ. അതായത് ആ നേട്ടം അത്ര വേഗത്തിൽ എത്തിപ്പിടിക്കാനാകുന്ന ദൂരത്തല്ല ഇപ്പോഴെന്ന്. IPL-ൽ ഒരു സീസണിൽ ഏറ്റവും അധികം റൺസ് കുറിക്കുന്ന അൺക്യാപ്ഡ് താരം എന്ന റെക്കോർഡും വൈഭവിനെ തേടിയെത്തി. മറികടന്നത് രാജസ്ഥാനിൽ തന്റെ സഹതാരമായ ജയ്സ്വാളിനെ. IPL-ൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ എന്ന റെക്കോർഡും വൈഭവ് കുറിക്കുന്നുണ്ട്. മറികടന്നത് സാക്ഷാൽ ജോസ് ബട്ട്ലറെ. 135 ബൗണ്ടറികളാണ് ഈ സീസണിൽ ആകെ വൈഭവിന്റെ പേരിലുള്ളത്. ഒരു T20 ടൂർണമെന്റിൽ പവർ പ്ലേയിൽ മാത്രം 500-ലധികം റൺസ് തികക്കുന്ന ആദ്യത്തെ ബാറ്ററാണ് വൈഭവ്. IPL പ്ലേ ഓഫിൽ ഏറ്റവും വേഗതയേറിയ 50യും വൈഭവിന്റെ പേരിലാണ് എഴുതി വെക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പല നാഴികക്കല്ലുകളും അയാൾ ഈ മൈതാനങ്ങളിൽ നാട്ടിയിട്ടു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ 3 തവണ വൈഭവ് സിക്സറുകൾ പായിക്കുന്നുണ്ട്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ലുങ്കി എങ്കിഡി എന്നിവർക്കെതിരെയായിരുന്നു അത്. അടിച്ചുയർത്തിയ 72 സിക്സുകളിൽ 30-നടുത്ത് സിക്സറുകൾ നേരിട്ട ആദ്യ 10 പന്തിനുള്ളിൽ തന്നെ വൈഭവ് പായിച്ചിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ വൈഭവ് സൂര്യവംശി ബാറ്റിൽ ഈ സീസണിൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പോരായിരുന്നു. ബുംറയും വൈഭവും ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നേർക്കുനേർ വരുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. ബുംറയെ 2 തവണ ഗാലറിയിൽ എത്തിച്ച വൈഭവ് ആ ബാറ്റിൽ തൻ്റെ പേരിൽ എഴുതി ചേർത്തു. 5 ലീഗൽ ഡെലിവറികൾ, 13 റൺസ്, 260 സ്ട്രൈക്ക് റേറ്റ്. ബുംറക്കെതിരെ വൈഭവിന്റെ കണക്കുകൾ ഇങ്ങനെയാണ്. ജോർജ് ഹേസൽവുഡ്, പാറ്റ് കമ്മിൻസ് തുടങ്ങി ക്രിക്കറ്റ് ലോകത്തെ വമ്പൻ പ്രൊഫൈലുകൾ പലതും വൈഭവിന് മുന്നിൽ പ്ലാനുകൾ ഇല്ലെന്ന് സമ്മതിച്ചു വീണു. കഴിഞ്ഞ ദിവസം സുനിൽ ഗവാസ്കർ വൈഭവിനെ കുറിച്ച് പറഞ്ഞൊരു കമന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെ:
ഹി ഈസ് ആബ്സല്യൂട്ട്ലി റെഡി ഫോർ T20. ഇംഗ്ലണ്ട് ടൂറിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അവൻ ടീമിലുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഗവാസ്കർ പ്രതികരിച്ചു. ഇതേ അഭിപ്രായം പല മുൻ താരങ്ങൾക്കും ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കും ഒക്കെയുണ്ട്. വൈഭവിന്റെ പ്രായത്തിലേക്ക് നോക്കരുതെന്നും തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ബോളർമാരെ വരെ അവൻ ഭയലേശമന്യെ നേരിടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതിയെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഗവാസ്കർ. ഏതായാലും അടുത്ത IPL മെഗാ ഓപ്ഷന് മുമ്പേ വൈഭവിന് വേണ്ടി പല ഫ്രാഞ്ചൈസികളും വലവിരിക്കും. യങ് ടാലന്റുകൾക്കായുള്ള അന്വേഷണത്തിലാണ് മുംബൈ ഇന്ത്യൻസ് അടക്കമുള്ള ടീമുകൾ. വൈഭവിനെ വമ്പന്മാർ ആരെങ്കിലും റാഞ്ചുമോ? അതറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഒപ്പം ഇന്ത്യൻ സീനിയർ ടീമിൽ വൈഭവ് അരങ്ങേറുന്ന ദിവസത്തിനായി.